وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. لئلا يعلم أهل الكتاب ألا يقدرون على شيء من فضل الله وأن الفضل بيد الله يؤتيه من يشاء والله ذو الفضل العظيم. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്നും ഏവരെയും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് 57-ാം അധ്യായം സൂറത്തുൽ ഹദീദ് ഇന്നത്തെ ക്ലാസ്സോടുകൂടെ അവസാനിക്കുകയാണ്. 27 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇന്നത്തെ ക്ലാസ്സിൽ അവസാനത്തെ 2 ആയത്തുകൾ 28, 29 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻ സമൂഹങ്ങൾ പല പ്രവാചകന്മാരും വന്നിരുന്നു എന്നും ആ പ്രവാചകന്മാരിൽ ചില പ്രധാനികളായ പ്രവാചകന്മാരെ നൂഹ് നബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങിയവരെ കുറിച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. 27-ാമത്തെ ആയത്തിൽ മറിയം ബീവിയുടെ മകനായ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, ഈസാ നബി അലൈഹിസ്സലാമിന് നൽകിയ വേദഗ്രന്ഥം ഇഞ്ചീലാണെന്നും ആ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹമാകുന്ന നസ്വാറാക്കൾക്ക് ഇത്തബഉഹു റഅഫതൻ വറഹ്ബ, അവരുടെ ഹൃദയങ്ങളിൽ കൃപയും കരുണയുമൊക്കെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. അത് ഇന്നുള്ള ക്രിസ്ത്യാനികളിലും മനസ്സുകളിൽ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. റഅഫതൻ വറഹ്ബ, റഹ്മ, അവരുടെ ഹൃദയങ്ങളിൽ കൃപയും കരുണയും നാം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷെ അവർ പിഴച്ചു പോയവരാണ്. അവരിലധികം ആളുകളും ഫാസിഖീങ്ങളാണ്, തെമ്മാടികളാണ്, ദുർനടപ്പുകാരാണ് എന്നും അള്ളാഹു പറഞ്ഞു. വർത്തമാന കാലഘട്ടത്തിൽ ഈ നസ്വാറാക്കളാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ആളുകളാണെന്ന് അവകാശപ്പെടുകയും ഇഞ്ചീൽ അഥവാ ബൈബിൾ, ഇഞ്ചീലിനെ ഒരുപാട് കോട്ടിമാറ്റലുകൾ നടത്തി ആവശ്യമുള്ള പലതും കയറ്റിക്കൂട്ടിയ ഒന്നാണ് ഇന്ന് കാണുന്ന ബൈബിൾ. ആ ബൈബിൾ എന്തല്ല? അള്ളാഹു ഇറക്കിയ ഇഞ്ചീലല്ല, വ്യക്തമായി ശരിയായ ഇഞ്ചീലല്ല. പലതും അവർ കയറ്റിക്കൂട്ടിയിട്ടുണ്ട്, പലതും കോട്ടിമാട്ടിയിട്ടുണ്ട്, പലതും ഒഴിവാക്കിയിട്ടുണ്ട്. ആ നസ്വാറാക്കളാകുന്ന ആളുകൾ വകസീറു മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക ആളുകളും ദുർനടപ്പുകാരാണ്, തോന്നിവാസികളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനോടും പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ ഈ നസ്വാറാക്കളാകുന്ന ആളുകൾ എത്രത്തോളം മുസ്ലിമീങ്ങളോട് അവർക്ക് വൈരമുണ്ട്. വിശുദ്ധ ഖുർആനിനോടും അള്ളാഹുവിനോടും അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളോടുമൊക്കെ അവർക്ക് എത്രമാത്രം എതിർപ്പുകളുണ്ട് എന്ന് വർത്തമാന കാലഘട്ടത്തിലെ വഖഫിൻ്റെ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? എന്നും ഇസ്ലാമിൻ്റെ എതിരാളികളായി നിന്നിട്ടുള്ള, ഇസ്ലാമിൻ്റെ ശത്രുക്കളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള താല്പര്യമാണ് അവരിൽ അധികം ആളുകളും കാണിച്ചിട്ടുള്ളത്. അധികം ആളുകളും ദുർനടപ്പുകാരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. തുടർന്ന് അള്ളാഹു പഠിപ്പിക്കാത്ത പല ആശയങ്ങളും ആദർശങ്ങളും അവർ സ്വന്തമായി അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കണം, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടെ അവർ പുതിയ പല റഹ്ബാനിയത്തിനെയും പൗരോഹിത്യവും സന്യാസവും അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും അള്ളാഹു പഠിപ്പിച്ചതല്ല എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി. തുടർന്ന് 27-ാമത്തെ ആയത്തിൽ
28-ാമത്തെ ആയത്തിൽ വിശ്വാസികളാകുന്ന നമ്മെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാം. എന്താണ് അള്ളാഹു പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കണേ. അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും എന്ത് തന്നെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും അള്ളാഹിനെ മറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. വിശുദ്ധ ഖുർആനിൽ നാം പഠിച്ചിട്ടുള്ള ആയത്തുകളിലൂടെ, സൂറത്തുകളിലൂടെ പരിശോധിച്ചാൽ അള്ളാഹു തആല എത്രയോ സ്ഥലങ്ങളിലാണ്, നൂറുകണക്കിന് സ്ഥലങ്ങളിലാണ് അള്ളാഹു തആല പറഞ്ഞത് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന്. അള്ളാഹു എന്ത് കൽപ്പിച്ചോ അത് ചെയ്യുന്ന, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് എല്ലാം പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന ആളുകളായി തീരണം എന്നാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് വആമിനൂ ബിറസൂലി വആമിനൂ ബിറസൂലിഹി, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം. ബിറസൂലിഹി, അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം. അള്ളാഹുവിൽ തഖ്വയുള്ളവരായും തീരണം. പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കുകയും ചെയ്യണം. പിന്നെ ഇവിടെ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു തആല പഠിപ്പിച്ചത് നമ്മോടാണ്. എന്നാൽ ഇത് നമ്മോടുള്ള മാത്രം കൽപ്പനയല്ല. വ്യക്തമായ ഇഞ്ചീൽ സ്വീകരിച്ചിട്ടുള്ള ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ മുകളിലുള്ള ആയത്തിൽ? അവരിൽ കുറച്ചാളുകൾ എന്താണ്? ഫആതൈനല്ലദീന ആമനൂ മിൻഹും അജ്റഹും, അവരിൽ നിന്നുള്ള വിശ്വാസികൾക്ക് കൃത്യമായ പ്രതിഫലം ഉണ്ട് എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അങ്ങനെ ആ ഇഞ്ചീലിൽ കൃത്യമായി വിശ്വസിച്ചിട്ടുള്ള ആളുകളുണ്ട്. ആ വിശ്വാസികളും ഏതിൽ പെടും? അള്ളാഹുവിന്റെ ഈ വിളിയിൽ പെടും. വിശ്വാസികളെ എന്ന് വിളിച്ചതിൽ പെടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിലും കൃത്യമായി ഇഞ്ചീലിലും വിശ്വസിച്ചിട്ടുള്ള ആ ആളുകളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാം, ഇനി നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അവസാന പ്രവാചകൻ വന്നിട്ടുണ്ട്. ഇനി ഈസാ നബി അലൈഹിസ്സലാമിലും ആ ഇഞ്ചീലിലും മാത്രം വിശ്വസിക്കുന്നവരായാൽ പോരെ നിങ്ങൾ, പിന്നെ എന്ത് വേണം? വആമിനൂ ബിറസൂലിഹി, അള്ളാഹുവിന്റെ പ്രവാചകനിൽ കൃത്യമായി നിങ്ങൾ വിശ്വസിക്കുന്നവരാകണം എന്നാണ് അള്ളാഹു ആരോട് പറയുന്നത്? നസ്വാറാക്കളോട് പറയുന്നത്, ക്രിസ്ത്യാനികളോട് പറയുന്നത്. നിങ്ങൾ ഈസാ നബിയിലും ഇഞ്ചീലിലും മാത്രം വിശ്വസിക്കുന്നവരായാൽ പോരാ, അവസാന പ്രവാചകൻ ഇതാ വന്നിരിക്കുന്നു. ആ അവസാന പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാകണം. എന്നാൽ ഉണ്ടാകുന്ന നേട്ടം എന്താണ്? അവരോടാണ് അല്ലാഹു തആല പറയുന്നത്. എന്ത്? യുഅ്തികും, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ് കിഫിലൈനി, രണ്ട് ഓഹരികൾ നൽകുന്നതാണ്, രണ്ട് പങ്ക് നൽകും. മിൻ റഹ്മത്തിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ട് ഇരട്ടി, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് 2 ഇരട്ടി ഓഹരി അല്ലാഹു തആല നൽകുന്നതാണ്. ഒരു ഓഹരി ഏതാണ്? ഈസാ നബി അലൈഹിസ്സലാമിലും ഇഞ്ചീലിലും വിശ്വസിച്ചു എന്ന കൃത്യമായി വളച്ചുകെട്ടില്ലാതെ, ദുർവ്യാഖ്യാനങ്ങളില്ലാതെ, കോട്ടിമാട്ടുകളില്ലാതെ അള്ളാഹു ഇറക്കി തന്നതുപോലെ തന്നെ ഇഞ്ചീലിനെ വിശ്വസിക്കുകയും, ഇഞ്ചീലിൽ വിശ്വസിക്കുകയും, ഈസാ നബിയിൽ വിശ്വസിക്കുകയും, അദ്ദേഹം ദൈവപുത്രനാണെന്നോ അത്തരത്തിലുള്ള അപജയങ്ങളാകുന്ന വിശ്വാസങ്ങളിലേക്കൊന്നും പോകാതെ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, റസൂലാണ് എന്ന് കൃത്യമായി വിശ്വസിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിലും വിശ്വസിക്കുക. ഇങ്ങനെയായാൽ നിങ്ങൾക്ക് 2 ഓഹരിയുണ്ട്. ഒന്ന് ഈസാ നബിയിലും ഇഞ്ചീലിലും വിശ്വസിച്ച ഓഹരി, 2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഖുർആനിലും വിശ്വസിച്ച ഓഹരി. ഇങ്ങനെ 2 ഓഹരിയുണ്ട്. മിൻ റഹ്മത്തിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് എന്നാണ് അള്ളാഹു പറയുന്നത്. വയജ്അൽ ലക്കും, നിങ്ങൾക്ക് അവൻ ഏർപ്പെടുത്തി തരികയും ചെയ്യും, നൂറൻ, ഒരു പ്രകാശം. തീർച്ചയായും അല്ലാഹു തആല നിങ്ങൾക്ക് പ്രകാശം അല്ലാഹു ഏർപ്പെടുത്തി ആക്കിത്തരും. തംശൂന, നിങ്ങൾക്ക് നടക്കാവുന്ന ബിഹി, ആ പ്രകാശവുമായി കൃത്യമായി സ്വർഗത്തിലേക്ക് എത്താവുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്ന, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് യഥാർത്ഥ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാവുന്ന, യഥാർത്ഥ ധർമ്മത്തിന്റെ, ഹക്കിന്റെ, സത്യത്തിന്റെ ആ ഒരു വെളിച്ചം, നിങ്ങൾക്ക് നടന്നു നീങ്ങാവുന്ന ഒരു വെളിച്ചം അല്ലാഹു തആല നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യും. പിന്നെ വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അവൻ പുറത്തു തരികയും, നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. ഗഫൂറുൻ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. റഹീമുൻ, അവൻ കരുണാനിധിയുമാണ്. അപ്പോൾ ഗഫൂറും റഹീമുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും എന്നാണ് അള്ളാഹു തആല പറയുന്നത്. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവന്റെ റസൂലിൽ കൃത്യമായി വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക. എന്നാൽ അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് 2 ഓഹരി അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾക്ക് കൊണ്ടു നടക്കുവാനുള്ള കൃത്യമായ ഒരു പ്രകാശം അള്ളാഹു നിങ്ങൾക്ക് അവൻ ഏർപ്പെടുത്തി തരികയും ചെയ്യും. നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെയും അള്ളാഹു പൊറുത്തു തരും. അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്ന വളരെ നമുക്കൊക്കെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു സന്ദേശമാണ് ഈ ആയത്തിൽ നൽകിയത്. നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന്റെ മാത്രമല്ല,
ഈസാ നബി അലൈഹിസ്സലാമിലും അതുപോലെ ഇഞ്ചീലിലും വിശ്വസിക്കുന്നവരാണെന്ന് പറയപ്പെടുന്ന ക്രിസ്ത്യാനികൾ, ആ നസാറാക്കളാകുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിലും ഖുർആനിലേക്കും കടന്നു വന്നാൽ അവർക്ക് 2 പ്രകാശമുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് അള്ളാഹു തആല നൽകുന്നത്. തുടർന്ന് لئلا يعلم أهل الكتاب ألا يقدرون على شيء من فضل الله وأن الفضل بيد الله يؤتيه من يشاء والله ذو الفضل العظيم. لئلا يعلم അറിയേണ്ടതിനു വേണ്ടി അഹ്ലുൽ കിതാബ് വേദക്കാർ അറിയുന്നതിന് വേണ്ടി അല്ലാ യഖ്ദിറൂന കഴിവ് അല്ലാ യഖ്ദിറൂന അവർക്ക് കഴിയുകയില്ല അലാ ശൈഇൻ യാതൊന്നിനും മിൻ ഫദ്ലില്ലാ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, തങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് യാതൊന്നിനും കഴിയുകയില്ല എന്ന് വേദക്കാർ അറിയുന്നതിന് വേണ്ടിയാണ് അത്. വേദക്കാർ അതിനനുസരിച്ച് അവരുടെ ഈ നിലനിൽക്കുന്ന ഈ വിശ്വാസവും ഈ സന്യാസ ജീവിതവും ഒക്കെയായി ഈ പുതിയ ചിന്താഗതികളും ചിന്താധാരയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും റഹ്മാനായ റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്ന് ഒന്നുപോലും അവർക്ക് കിട്ടുകയില്ല. ഒന്നിനും അവർക്ക് കഴിയില്ല. സന്മാർഗത്തിലൂടെ അവർ ഉദ്ദേശിച്ച ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ അവർക്ക് കഴിയുകയില്ല എന്നവരെ കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അവരെ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് അല്ലാഹു പറയുന്നത്. അനുഗ്രഹമാകുന്നു എന്നും ബിയദില്ലാ അള്ളാഹുവിന്റെ കയ്യിലാണ് അനുഗ്രഹമുള്ളത്. അള്ളാഹുവിന്റെ കയ്യിലാണ് ആ അനുഗ്രഹം. ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. ആ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമാക്കരുത്, ദൈവപുത്രനാക്കരുത്. ആ ഈസാ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറരുത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാകുന്ന മറിയം ബിബി അലൈഹിസ്സലാം മഹദിയാണ്. വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ സ്ത്രീയാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. ഒരു തർക്കവുമില്ല. ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കണം, മറിയം ബീവിയിൽ വിശ്വസിക്കണം. മറിയം ബീവി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാണെന്ന് വിശ്വസിക്കണം. ഒരുപാട് കറാമത്തുകൾക്ക് ഉടമയായ ഉമ്മയാണ്, വലിയത്തായ ഉമ്മയാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കണം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകരുത്. ഈസാ നബി അലൈഹിസ്സലാമിനോടും മറിയം ബീവിയോടും ഒക്കെ പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, അവർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ റെക്കമെൻഡ് ചെയ്യും ഞങ്ങൾ പാപികളാണെങ്കിലും എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല. ഔദാര്യം എന്ന് പറയുന്നത്, അനുഗ്രഹം എന്ന് പറയുന്നത്, ദയ എന്ന് പറയുന്നത് ബിയദില്ല അള്ളാഹുവിന്റെ കയ്യിലാണ് അത് ഉണ്ടാവുക. അതല്ലാതെ മറ്റൊരാൾക്കും ഈ ഫള് നൽകുവാൻ കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാമിനും കഴിയില്ല, മറിയം ബീവിക്കും കഴിയില്ല, മുഹമ്മദ് നബിക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. ആ ഫള് എന്ന് പറയുന്നത് റഹ്മാനായ റബ്ബിന്റെ അരികിലാണ്. യുഅ്തീഹി ആ ഫള് അല്ലാഹു നൽകുക മൻ യശാ അല്ലാഹു ഉദ്ദേശിച്ചവർക്കാണ്. ഹിദായത്തിന്റെ മഹനീയമായ ആ അനുഗ്രഹം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല തന്നെ പറഞ്ഞില്ലേ, ഹിദായത്ത് വലിയ ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും അത് കിട്ടുകയില്ല. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലുകളും സേവനങ്ങളും ഒരുപാട് ചെയ്തു എന്നതുകൊണ്ട് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തുകൊള്ളണം എന്നില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലാഹു തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവരെ ഹിദായത്താക്കുകയില്ല. അള്ളാഹുവാണ് ആർക്കാണ് ഹിദായത്ത് കൊടുക്കേണ്ടത്, ആർക്കാണ് സന്മാർഗം കൊടുക്കേണ്ടത്, ആരെയാണ് തൗഹീദിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നിരന്തരമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ ഹിദായത്ത്, ആ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് ഞങ്ങൾക്ക് നീ വഴി കാണിച്ചു തരണേ എന്ന് നിരന്തരമായി റബ്ബിനോട് നമ്മൾ തേടുന്നത്. മാത്രവുമല്ല അവിടെ നമ്മൾ തേടുന്ന ഒരു തേട്ടമുണ്ട്, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിലാണ് ഞങ്ങളെ ചേർക്കേണ്ടത്. നിന്റെ ദേഷ്യത്തിനോ നിന്റെ കോപത്തിനോ വിധേയരായ വഴിവിടച്ചു പോയ സമൂഹത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. അഥവാ ജൂത നസ്വാറാക്കളുടെ ആശയങ്ങളിലേക്ക് അള്ളാഹുവെ ഞങ്ങളെ നീ എത്തിക്കരുതേ. കാരണം അവർ വഴിവിടച്ചു പോയവരാണ്. അള്ളാഹുവിന്റെ കോപത്തിന്, അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായവരാണ്. ഒരിക്കലും അള്ളാഹു പൊരുത്തപ്പെടാത്ത ശിർക്ക് ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ കുറക്കലുകൾ വരുത്തിയവരാണ് അവർ. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് അവർ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായവരാണ് എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു നൽകേണ്ട ഒന്നാണ്. അത് നമുക്ക് മറ്റാരും വാങ്ങിത്തരില്ല. ഒരു പ്രവാചകനും അത് വാങ്ങിത്തരികയില്ല. അത് തന്നെയാണ് അള്ളാഹു ഇവിടെയും പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹം അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമാണ് അവൻ നൽകുക. ആ യഥാർത്ഥ ഹിദായത്തുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വല്ലാഹു അല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു അവൻ ദയയുള്ളവനാണ്,
അൽ അലീം, മഹത്തായ വമ്പിച്ച ദയയുള്ളവനാണ് റഹ്മാനായ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഉന്നതനായ ദയയുള്ളവനാണ്, അനുഗ്രഹമുള്ളവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസത്തിന്റെ ആ വാചകത്തോടുകൂടെ സൂറത്തുൽ ഹദീദ് അവസാനിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സൂറത്തുൽ ഹദീദിലൂടെ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നു. നന്നാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആരാണ് റബ്ബ്, ആ റബ്ബ് എന്തൊക്കെയാണ് പറയുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി കൂലങ്കഷമായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഇതുവരെ ജീവിച്ചതുപോലെയൊന്നും ജീവിച്ചാൽ പോരാ, ഇനിയുള്ള ശിഷ്ട ജീവിതമെങ്കിലും ഒരു നല്ല മനുഷ്യനായി, ഒരു നല്ല മുസ്ലിമായി, നല്ല മുത്തഖിയായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് സാരോപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് സൂറത്തുൽ ഹദീദ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് സൂറത്തുൽ ഹദീദിന്റെ തുടക്കം മുതൽ, ചെറിയ സൂറത്താണ്, ആകെ 29 ആയത്തുകളേ ഉള്ളൂ. പക്ഷേ ആ 29 ആയത്തുകളിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതല്ലാതെ വെറും കേൾവിക്കാരായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. വെറും കേട്ടുപോകുക, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മത്സരങ്ങളിൽ അതിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി എഴുതുക എന്നതിലപ്പുറം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. നമ്മുടെ സ്വഭാവം ഖുർആനാകണം, നമ്മുടെ കർമ്മങ്ങൾ ഖുർആനാകണം, നമ്മുടെ കച്ചവടം ഖുർആനാകണം, നമ്മുടെ കുടുംബജീവിതം ഖുർആനാകണം. എന്തിനും വിശുദ്ധമായ ഖുർആനിനെ സമീപിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസികളായി, അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളായി തീരാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഈ നിമിഷം വരെ വന്നു പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്, മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മുസ്ലിമായി എന്നൊരൊറ്റ കാരണത്താൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും നിന്റെ സഹായം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആ പ്രയാസങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ശത്രുക്കളുടെ കരങ്ങളാൽ, അവരുടെ പീഡനങ്ങളാൽ മരണപ്പെട്ടു പോയവർക്ക് നീ ശുഹദാക്കളുടെ പദവി കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ രാജ്യത്തും മുസ്ലിമായി എന്നൊരൊറ്റ കാരണത്താൽ, അള്ളാഹുവേ, മുസ്ലിമായ പേര് സ്വീകരിച്ചു എന്ന കാരണത്താൽ ഒരുപാട് മാനസികമായ, ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ വിവിധങ്ങളായ രാജ്യങ്ങളിലുണ്ട്. അള്ളാഹുവേ, നിന്റെ സഹായമല്ലാതെ ഞങ്ങൾക്കില്ല. അള്ളാഹുവേ, നിന്റെ സഹായം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ കൃത്യമായി അവരുടെ അജണ്ട നിനക്കറിയാം. അവരോട് എല്ലാവരും ഇസ്ലാമിനെ തകർക്കുവാൻ, ഇസ്ലാമിനെ ഇല്ലാതെയാക്കുവാൻ, മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുവാൻ, പ്രയാസപ്പെടുത്തുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങൾക്കെതിരെ നീങ്ങുന്ന അത്തരത്തിലുള്ള കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത്. അള്ളാഹുവേ, നിന്റെ സഹായമല്ലാതെ ഞങ്ങൾക്കില്ല. അള്ളാഹുവേ, നിന്റെ തണലല്ലാതെ ഞങ്ങൾക്കില്ല. അള്ളാഹുവേ, ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. മുസ്ലിം സമുദായത്തിന് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഏതെങ്കിലും തെറ്റുകളുടെ കാരണത്താലാണ് ഇത്തരം പരീക്ഷണങ്ങളെങ്കിൽ അള്ളാഹുവേ, ആ തെറ്റുകളിൽ നിന്നെല്ലാം മാറി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവേ, നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ ഞങ്ങൾക്ക് ഈമാൻ നീ വർദ്ധിപ്പിച്ചു നൽകണം റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിച്ചവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഞങ്ങളുടെ സനാബിൽ എന്ന് പറയുന്ന ഈ ഖുർആൻ പഠന പദ്ധതിയിലെ പല സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പല മക്കളും അള്ളാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പല പ്രവാസി സഹോദരങ്ങളും മക്കളും കൃത്യമായ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ജോലി ഭാരം ഉള്ള സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും നീ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഖുർആനിന്റെ വക്താക്കളായി ജീവിക്കുവാനും അതേ ഖുർആനിന്റെ വക്താക്കളായി ലോകത്ത് നിന്ന് മരണപ്പെടുവാനും അള്ളാഹുവേ, ആ ഖുർആനിന്റെ ശുപാർശകരിൽ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.